പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പാലക്കാട് ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നെൽകർഷകരുടെ ജീവിതം അത്ര സുഖകരമല്ല ഇപ്പോൾ. മില്ലുകൾ ഏറ്റെടുത്ത നെല്ലിന്റെ വില നൽകാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. പലയിടത്തും നെല്ലുകൾ കെട്ടിക്കിടക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. കേരളത്തിന്റെ അന്നദാതാക്കളായ ഈ കർഷകരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ആരു കാണാൻ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കർഷകരുടെ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ടെങ്കിൽ മാത്രമേ വരും കാലങ്ങളിൽ പേരിനെങ്കിലും നെൽകൃഷി പാലക്കാട് ജില്ലയിൽ നിലനിർത്താൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. പച്ചപുതച്ചു നിൽക്കുന്ന പാലക്കാടൻ ഗ്രാമം എന്നും കൈരളിയുടെ പ്രതീകമായി തുളുമ്പി നിൽക്കുന്നതാണ്. പാലക്കാടൻ ജനതയിൽ ഭൂരിഭാഗവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാർഷിക വൃത്തിയിലൂടെയാണ്. എന്തായാലും ഞാൻ അവിചാരിതമായിട്ട് കൃഷിക്കാരനായ ഒരാളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ മുത്തശ്ശന്മാരായിരുന്നു കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ മരണം എന്നെ കൃഷിക്കാരനാക്കി. ചെറുപ്പകാലം മുതൽ പഠിക്കുന്ന കാലം മുതൽ. അതിനുശേഷം ഞാൻ 82-83 കാലത്ത് സർവേ ട്രെയിനിങ് വരെ കഴിഞ്ഞ ആളാണ്. ഞാൻ അബദ്ധത്തിൽ കൃഷിക്കാരനായി വന്നാൽ ഇത്രയും കാലം ഒരു 3 വർഷത്തിന് മുമ്പ് വരെ നമുക്ക് ഇതൊരു വിഷമമായി തോന്നിയിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും കൃഷി കൊണ്ട് നടന്നു പോകുന്ന ഒരു രീതിയിലായിരുന്നു. ഈ പുതിയ സംവിധാനത്തിൽ സിവിൽ സപ്ലൈസ് നെല്ലെടുത്ത് തുടങ്ങിയപ്പോഴും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒക്കെ പൈസ കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു. പെട്ടെന്നുള്ള ഒരു വ്യത്യാസം വന്നതോടെ ഞങ്ങൾക്ക് നെല്ലിൻ്റെ പൈസ കിട്ടാതായി. 50 രൂപ കിട്ടാനുണ്ടെങ്കിൽ 80 രൂപ കടം വാങ്ങി 50 രൂപയും കിട്ടുമ്പോൾ അത് പിന്നെ അത് ഇരട്ടിക്കടായും വരുന്ന ഒരു മെത്തേഡായി. പറഞ്ഞാൽ ഇന്ന് പണിത കൂലി ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുള്ള മെത്തേഡിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാവർക്കും കറക്റ്റായി കൊടുത്ത് അവസാനം കടം മാത്രം ബാക്കിയായ കുറേ കൃഷിക്കാരിൽ ഒരാളാണ് ഞാൻ. എന്തായാലും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കൃഷി കൂടുതൽ കാലം നീണ്ടുപോകില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. പക്ഷേ എന്നാലും ഞാനൊരു സ്വന്തമായിട്ട് 5 ഏക്കറയും ഫാമിലിയിൽ 20 ഏക്കറയും കൃഷി ചെയ്യുന്ന ആളാണ്. നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കൃഷിക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതുന്ന ഒരു രീതിയിലാണ് ഇപ്പം നിലവിൽ പോകുന്നത്. ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ തന്നെ നിന്ന് ഗവൺമെൻറ്റിനോട് നമ്മുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. ഇന്നലത്തെ കെട്ടുതാലി വെച്ച് സമരം, അതിനു മുമ്പൊരു ശവമഞ്ച സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. പിച്ചച്ചട്ടി എടുത്ത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്ന ഒരു സമരം. ഇതൊക്കെ കുറേ ശ്രദ്ധ ആകർഷിച്ചെങ്കിലും ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാം. പച്ചവിരിച്ച വയലേലകൾ കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് മലയാളികൾ കണക്കാക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് പാലക്കാട്ടുകാർ ഇപ്പോൾ കൃഷിഭൂമിയിലേക്ക് കലപ്പയും കയ്യിലേന്തി ഇറങ്ങുന്നത്. കാർഷിക മേഖലയിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം കാർഷിക മേഖലയിലെ ദുരിതങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കർഷകൻ എന്ന നിലയിൽ ഒരിക്കലും ഈ കൃഷി ഒരു ഗുണകരമല്ല. അവന് ഇവിടെ പല്ലശ്ശനയിൽ തന്നെ ഇവിടെ ചെറുകിട നാമമാത്ര കർഷകരാണുള്ളത്. കൂടുതൽ കൃഷിയൊന്നും കൈവശം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏക്കർ കൃഷി കൈവശമുള്ള ഒരു കർഷകന് സത്യത്തിൽ അവൻ്റെ ആ കുടുംബം നടത്താൻ കഴിയില്ല. അത്രത്തോളം ദുരിതമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അവൻ്റെ ഉൽപ്പന്നത്തിന് കൃത്യമായ വിലയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീടനാശിനിയുടെ വില അമിതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാസവളത്തിൻ്റെ വില ഈ വർഷം വളരെ കൂടുതലായിട്ടുണ്ട്. ഈ 1-ാം വിള തന്നെ ഇറക്കുമ്പോൾ കാലാവസ്ഥ അമിതമായ മഴ കാരണം, വളരെ ശക്തമായ മഴ കാരണം 1-ാം വിളയിൽ നമ്മൾ ഈ വിത്ത് വിതച്ചതെല്ലാം നാശമായി. ഈ വിത്ത് പിന്നെ വീണ്ടും നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അതിലൂടെ ചിലവ് അധികമായി. എന്നിട്ട് ഇപ്പോഴെന്താ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ മഴ കാരണം കർഷകർക്ക് ഇനിയിപ്പോൾ ഇതിൽ നിന്നും ഒന്നും കിട്ടാനില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ഉത്പാദിപ്പിച്ച നെല്ല് നമ്മൾ ഈ സപ്ലൈകോയ്ക്ക് അളന്നു കഴിഞ്ഞാൽ ആ അളക്കുന്നത് തന്നെ വളരെ ദുഷ്കരമാണ്. ഒന്നാമത് ഈ മഴക്കാലത്ത് നമ്മൾ നെല്ല് ഈർപ്പം സപ്ലൈകോ ഈർപ്പം പറയുന്നുണ്ട്. അത് കൃത്യമായി വെക്കണം. ഇത് സൂക്ഷിക്കാനുള്ള എല്ലാവർക്കും സൗകര്യങ്ങളില്ല. ഈ സൗകര്യമില്ലായ്മയാണ് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പാടത്തും അതുപോലെ തന്നെ റോഡ് സൈഡിലും വല്ലവിടെയൊക്കെ നമ്മൾ ഈ താർപോളിൻ കെട്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഈ നെല്ലെടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ സപ്ലൈകോ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. സപ്ലൈകോ ഇടപെടലുകൾ നടത്തില്ല. മില്ലുകളെ മുൻകൂട്ടി തന്നെ നിശ്ചയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാസങ്ങളോളം നെല്ല് എടുത്തു വെക്കാൻ നമ്മൾ നിർബന്ധിതരായി തീരുകയാണ്. കൃഷിപ്പണി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടും
തങ്ങളുടെ ഉപജീവനമാർഗമായ കാർഷിക വൃത്തിയോട് നോ പറയാൻ ഇപ്പോഴും പാലക്കാടൻ ജനത തയ്യാറല്ല. ഏതൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ കർഷകരുടെ സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ അവർ ആ ഇറക്കുന്ന 1 ഏക്കറോ അല്ലെങ്കിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ ഇറക്കുന്ന തുകയും അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും തട്ടിച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ലക്ഷത്തോളം ഹെക്ടർ മാത്രമാണ് ഇന്ന് കൃഷിയുള്ളത്. കാരണം അത് ചുരുങ്ങി വരുന്നതിനുള്ള പ്രധാന കാരണം ഈ കൃഷി നഷ്ടത്തിലായി പോകുന്നതുകൊണ്ടാണ്. ഒന്നും വേണ്ട. നമ്മുടെ ഈ സീസണിൽ നമ്മുടെ 1ാം വിളവ് എടുക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ഇവിടുത്തെ പാലക്കാടുള്ള എല്ലാ കർഷകരും ഏതാണ്ട് 3 കൃഷി ചെയ്തു കഴിഞ്ഞു. ആദ്യം വിതച്ചു, അത് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നടിയിലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാറ് കൊണ്ടുവന്നിട്ടാണ് നട്ടത്. അങ്ങനെ 3 കൃഷി ചെയ്തിട്ടാണ് അത് പിന്നീട് അതിപ്പോൾ വളവിടലും എല്ലാം കഴിയുമ്പോഴേക്കും ഇപ്പോൾ പലതരത്തിലുള്ള കേടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കൃഷി എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ ഒരു സംഭവമാണ്. സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തുടർച്ചയായ സംഭവം എല്ലാം അറിഞ്ഞിട്ട് പോലും, അതായത് ഈ നെല്ലെടുക്കുന്നതിനും അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക. നമ്മുടെ നാട്ടിലുള്ള മില്ലുകൾ തന്നെയാണ് ഈ നെല്ലെടുക്കുന്നതെങ്കിൽ കർഷകർക്ക് കുറഞ്ഞ ചിലവിൽ അത് എത്തിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ എന്താണ് കാലടിയത്തെയോ അല്ലെങ്കിൽ ഗുരുവായൂരത്തെയോ എവിടത്തെങ്കിലും മില്ലുകളാണ് ഇവിടെ നെല്ലെടുക്കുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിത് കുറേ കാലത്ത് എടുത്തു വെക്കേണ്ടി വരുന്നു. അത് പകുതി കേടുവന്നു പോകുന്നു. കാരണം ഒരാൾക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ടത് അതാത് പഞ്ചായത്തിലുള്ള മില്ലുകളെ കൊണ്ട് നെല്ലെടുപ്പിക്കാനുള്ള ഒരു സംവിധാനം, അത് സ്ഥിരമായിട്ട് മുൻകൂട്ടി തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്യണം. സർക്കാരിൽ നിന്ന് ഇവർക്കിപ്പോൾ ഒരു സഹായവും ലഭിക്കാത്ത അവസ്ഥയാണ്. പ്രതികൂല കാലാവസ്ഥയും നെൽകൃഷിയെ ബാധിച്ചതോടെ കർഷകരുടെ ജീവിതം ഇരുട്ടിൽ അമർന്നിരിക്കുകയാണ്. കൃഷിക്കാരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഒരിക്കലും ശമ്പളക്കാരൻ്റെ ശമ്പളം കൂട്ടിയത് കുറയ്ക്കില്ല, കൂലി കൂട്ടിയത് കുറച്ചില്ല. പക്ഷേ നെൽകൃഷിക്കാർക്ക് 8 രൂപ 30 പൈസ ഇൻസെൻറ്റീവ് തന്നിരുന്ന ഗവൺമെൻറ് 5 രൂപയ്ക്ക് മാറ്റിയിരിക്കും. ആ ഒരു ഗതികേടിലേക്കാണ് കൃഷിക്കാരാണ്. ഞങ്ങളൊരു നെല്ല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥൻ്റെ പ്രശ്നമുണ്ട്, പന്നിൻ്റെ പ്രശ്നമുണ്ട്, രോഗങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതിലെല്ലാം മല്ലടിച്ചിട്ടാണ് ഒരു ഉൽപ്പാദനം ഉൽപ്പാദിക്കുന്നത്. ആ നെല്ല് ഉണ്ടാക്കിയ ഉൽപ്പാദനം 3-4 മാസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഉൽപ്പാദനം അവിടെ കൊടുത്ത് ആ പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു ബാങ്കിൽ 4-5 പ്രാവശ്യം കയറി ഇറങ്ങുക. അതിൻ്റെയാണ് ഒരു കെട്ടുകാലി സമരം പറഞ്ഞിട്ട് കെട്ടുകാലി സമരം പാലക്കാട് വെച്ച് നടത്തിയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പണയം വെച്ച് കഴിയേണ്ട അവിടെ കെട്ടുതാലി വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് നെൽകർഷകർ, പാലക്കാടത്തെ നെൽകർഷകർ എത്തിയിരിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേണ്ടത് ഞങ്ങൾക്കൊരു സഹായമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. നെല്ലളക്കാനും നെല്ല് വാങ്ങിക്കാനും. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലൊരു വില കിട്ടണം. ചുരുങ്ങിയത് 45 രൂപയെങ്കിലും ഒരു കിലോന് കിട്ടിയാലേ ഇന്നത്തെ അവസ്ഥയിൽ കൃഷിക്കാർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പരീക്ഷ അറിയാം. നേരത്തെ 8 ലക്ഷം ഹെക്ടർ നെൽഭൂമിയുള്ളത് ഇപ്പോൾ 1.5 ലക്ഷം ഹെക്ടറായി കുറഞ്ഞിരിക്കും. കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ കൃത്യമായ സൗകര്യം സർക്കാർ ഒരുക്കി നൽകുന്നില്ല. മില്ലുകൾ നെല്ലെടുത്ത് കൊണ്ടുപോയാലും സപ്ലൈകോ വഴി പണം ലഭിക്കാൻ കാലതാമസം നേരിടുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് അത് എടുത്തുകൊണ്ടു പോകാനുള്ള വഴികൾ ഒന്നാമത്തേത്. രണ്ടാമത്തേത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഈ മില്ലിൽ നിന്ന് നമുക്ക് PRS കിട്ടാനുള്ള വഴികൾ. ഈ PRS കിട്ടാൻ തന്നെ നമുക്ക് 1 മാസം എടുക്കുന്നു. ഈ PRS നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ PRS തന്നെ നമുക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ സർക്കാർ ഈ പറയുന്ന സപ്ലൈക്കൊക്കെ പണം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചയക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മൾ വരുന്നത്. കർഷകരുടെ നടുപൊടിക്കുന്ന ഇടതു സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. എടുത്തു അരി എടുത്തു, അതിന്റെ കണക്ക് കൊടുക്കുന്നില്ല. കൊടുക്കാത്തത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സിവിൽ സപ്ലൈസ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത് മാവേലി സ്റ്റോർ ഒരു സാധനമില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. സിവിൽ സപ്ലൈസുകാർ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് സാധനത്തിന്റെ പൈസ കിട്ടാതെ ഞങ്ങളെങ്ങനെ കൊടുക്കും? ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണ്ടേ? ന്യായമായ വില തരുന്നില്ല. ഉൽപ്പന്നം മുഴുവൻ എടുക്കാത്തൊരു വലിയ പ്രയാസം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും സപ്ലൈക്കുണ്ട് ഏറ്റവും ഒരു വിദൂരമായിട്ട് ഒരു ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടോണെന്ന് അറിയില്ല. ഏകദേശം നമ്മുടെ പാടശേഖരത്ത് 50% കൊയ്ത്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുത്ത്
നെല്ല് ഇളക്കണം നമ്മുടെ അപേക്ഷ കൊടുക്കണം. അത്ര 50% കൊയ്ത്ത് കഴിഞ്ഞ് നോക്കൂ. നമ്മൾ ഈ 50% കൊയ്ത്ത് കഴിഞ്ഞ് നമ്മുടെ കർഷകർക്ക് ഇവിടെ പഴയ പോലെ കറ്റക്കളവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പണ്ട് കറ്റക്കളവും വലിയ കളങ്ങളും വിടുന്ന അണുകുടുംബങ്ങളായപ്പോൾ വീട് വെക്കാൻ തന്നെ സ്ഥലമില്ലാത്ത അവസ്ഥയ്ക്ക് ഈ നെല്ല് സൂക്ഷിക്കാൻ അവിടെ ഇപ്പോൾ റോഡ് സൈഡ് സൂക്ഷിക്കും. ഈ സൂക്ഷിച്ച നെല്ല് ഈ മഴ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പണിൽ കൊടുക്കും. ഞങ്ങൾക്ക് സംശയം, അല്ലെങ്കിൽ എനിക്ക് സംശയം തോന്നണം, ഈ പറഞ്ഞ മില്ലുകാരെ സഹായിക്കാൻ വേണ്ടി സപ്ലൈകോ ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അതാണ് നേരത്തെ ഒന്നും ഇതില്ല. 50% കൊയ്ത്ത് കഴിഞ്ഞിട്ടൊന്നുമില്ലേ? 50% കൊയ്ത്ത് കഴിഞ്ഞ് മില്ല് ഒരു അലോട്ട് ചെയ്ത് അത് കഴിയുമ്പോൾ 1 മാസത്തോളം കഴിയുന്നു. നെല്ലെടുക്കാൻ പോയി കൊയ്ത്ത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് ആ 1.5 മാസം കഴിഞ്ഞിട്ട് അത് നെല്ലറന്ന് പോയാൽ അത് PRC കിട്ടാനൊരു താമസം. അപ്പൊ ഇതൊക്കെ കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. അടിയന്തരമായി വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും ഇടപെട്ട നെൽകർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.